ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കി എടുത്ത് നോക്കിയാലോ? അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട്. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചാറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാങ്ങയും പാത്രങ്ങളും സാധനങ്ങളുമൊക്കെ നല്ല വൃത്തിയായി കഴുകി തുടച്ചതായിരിക്കണം. അല്പം പോലും വെള്ളമയം പാടില്ല. അല്പം വലുതായിട്ടാണ് ഞാൻ മാങ്ങ മുറിച്ചെടുത്തിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണക്കിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ നമ്മൾ മഞ്ഞളും ഉപ്പും ഒക്കെ പ്രിസർവേറ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് ചൂടാക്കി, ഇതുപോലെ കടുകൊന്ന് തുടങ്ങുമ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്ത് അത് തരിയോടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഒരു 50 മില്ലി നല്ലെണ്ണയും 10 വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മൂപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിരിയമുളകും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും ചേർത്ത പൊടിയും നേരത്തെ തരിയായി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മുമ്പിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഒന്ന് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി വെക്കണം. അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു അടച്ചിട്ട് കുപ്പിയിലോ അല്ലെങ്കിൽ നല്ല ഭരണിയിലോ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക്കോ അലുമിനിയമോ നമ്മൾ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും